ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. കരുവാരക്കുണ്ട് കൃഷിഭവന്റെയും മലപ്പുറം സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലയുടെയും ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പും കർഷകർക്കായി കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. മണ്ണ് പരിശോധനാ ക്യാമ്പിന്റെയും പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ നിർവഹിച്ചു. മലപ്പുറത്ത് നിന്നും മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയും വിദഗ്ധരും രാവിലെ കരുവാരക്കുണ്ടിലെത്തി. കർഷകർ നേരത്തെ കൃഷിഭവനിൽ നൽകിയ മണ്ണ് സാമ്പിളുകൾ തത്സമയം പരിശോധിച്ച് പരിശോധനാ റിപ്പോർട്ട് നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച വാനിൽ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് സജ്ജമാക്കിയാണ് ജില്ല മുഴുവൻ സഞ്ചരിക്കുന്നത്. മണ്ണ് പരിശോധനാ ക്യാമ്പിന്റെയും പരിശീലന പരിപാടിയുടെയും ഉദ്ഘാടനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ നിർവഹിച്ചു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് സൈലേഷ് അധ്യക്ഷനായിരുന്നു. മണ്ണ് പരിശോധനാശാലയിലെ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് P. ജംഷീദ് പരിശീലന പരിപാടി നയിച്ചു. നിശ്ചിത അളവിൽ വെള്ളം വേണം, അതിൽ വായു നിറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ധാരാളം സൂക്ഷ്മജീവികൾ, കോടാനക്കോടി സൂക്ഷ്മജീവികൾ ഒരു മണ്ണിൽ നിരന്തരം പ്രവർത്തിച്ചിട്ടാണ് നമ്മളെ മണ്ണ് ഒരു ജീവനുള്ള മണ്ണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മിക്കവാറും ആൾക്കാർ ഇവിടെ പാട്ടകർഷകരാണ് കൂടുതൽ. മണ്ണ് പരിശോധനാ ലാബിലെ കൃഷി ഓഫീസർ നിമിഷ, കരുവാരക്കുണ്ട് കൃഷി ഓഫീസർ ബിജുല ബാലൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ TV രവീന്ദ്രൻ, B. മുനവീർ, A. സജിനി എന്നിവർ സംസാരിച്ചു. മണ്ണ് പരിശോധനയ്ക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് ശരണ്യ, ജീവനക്കാരായ ഷാഹുൽ അമീൻ, CT നൌഷാദ് അലി, P. ശശി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.